കണ്ടില്ലേ, മനസ്സിലായില്ലേ മെന്റാലിറ്റി എന്താന്നുള്ളത്? മെന്റാലിറ്റി മാത്രമല്ല, അർപ്പണബോധം. ഓക്കെ, അതാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്നത്. മറഡോണയെക്കാളും ഒരു പടി മുന്നിലാണ് മെസ്സി. അത് ഇന്നല്ല, പണ്ട് മുതൽ അങ്ങനെ തന്നെയാണ്. ഇന്ന് ഇനി ഏതൊരാൾക്കാണോ മെസ്സിയിൽ ഡൗട്ട് ഉണ്ടായിരുന്നത്, അത് ഇന്നത്തെ മാച്ചോടെ തീരണം. മനസ്സിലായില്ലേ? ഇനി ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്നത്തെ കളി പിന്നെ കാണിച്ചു കൊടുക്കാം. മെസ്സി മാത്രമാണ് ഈ ടീമിന്റെ ഏറ്റവും വലിയ പില്ലർ എന്ന് പറയും. മനസ്സിലായില്ലേ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഫൈനലിൽ കാണാം. അത് വേറൊരു വലിയ ടെസ്റ്റാണ്. കാരണം ഇതുപോലല്ല, സ്പെയിനെ മുന്നിട്ട് നിൽക്കുമ്പോൾ പോലും ഫ്രാൻസിനെ തിരിച്ചടിക്കാനുള്ള ഒരു ത്വര ഉണ്ടായിരുന്നില്ല. പറയുമ്പോൾ വലിയ സൂപ്പർ ടീമാണ് ഫ്രാൻസ്, ഒരു ത്വര ഉണ്ടായിരുന്നില്ല, അവർ തോറ്റു. അതേപോലെയല്ല അർജന്റീന വിട്ടുകൊടുക്കൂല. ആ മനഃശക്തിയും ആ അർപ്പണബോധവും ആ തിരിച്ചു വരാനുള്ള ആ ഒരു ഹങ്കർ ഉണ്ടല്ലോ. അർജന്റീനക്കാർക്ക് എന്ന് പറഞ്ഞാല് വയറിൽ വിശക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ഓടുന്നതിനേക്കാൾ കൂടുതൽ ഹങ്കറാണ് അവർക്ക് വേൾഡ് കപ്പിൽ കളി ജയിക്കണം എന്നുള്ളത്. ചെറിയ ടീമല്ലേ, ആ മെസ്സിനെ മാറ്റി നിർത്തി ആരാളുള്ളത്? ആരുമില്ല. അതാണ് ടീം എന്ന് പറഞ്ഞാൽ ആ ഒരു ഒത്തൊരുമ, ആ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ. ഇതാണ് നമ്മളെല്ലാം കണ്ട് പഠിക്കേണ്ടത്. ഇനി അർജന്റീന തോറ്റാലും ജയിച്ചാലും ഫൈനലില് അർജന്റീന ഫാൻസ് യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്താ അറിയോ? നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ വലിയ ടീമൊന്നും അല്ല, പക്ഷെ ഞങ്ങൾ മരണം വരെ ഞങ്ങൾ കളി ജയിക്കാൻ ശ്രമിക്കുമെന്നുള്ളത്. അത് തന്നെയാണ് ഓരോ അർജന്റീന ഫാൻസിന്റെയും സന്തോഷവും സമാധാനവും. അപ്പോൾ ഇനി ഫൈനൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.